ഈശോ മിശിഹായിൽ ഏറെ പ്രിയമുള്ളവരെ, മംഗളവാർത്തക്കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നാം വിചിന്തനം ചെയ്യുക. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യൗസപിതാവിനോട് അരുളി ചെയ്യുന്നു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന്. ഉത്തരം കിട്ടാത്തൊരു വലിയ സമസ്യയായിട്ട് വിശുദ്ധൻ്റെ ജീവിതത്തിൽ അത് നിൽക്കുകയാണ്. ജീവിതത്തിൽ പകച്ചുപോയൊരു നിമിഷമായിരിക്കണം അത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഉത്തരം കിട്ടാത്ത പല സമസ്യകളും കടന്നു വരാം. അതിലൊക്കെ പകച്ചു പോകാതെ, പകച്ചു നിൽക്കാതെ ദൈവിക പദ്ധതികൾക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവിക രഹസ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി തീരും, നന്മയുടേതായിട്ട് തീരും. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ വലിയൊരു സംരക്ഷണം അവിടെ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫറവോയുടെ രാജാവിൻ്റെ ഹൃദയം കഠിനമാകുന്നു. വീണ്ടും ഈ ജനത്തെ മുഴുവനും നശിപ്പിക്കുവാനായിട്ട്, കൊല ചെയ്യുവാനായിട്ട് സൈന്യത്തെ അവരുടെ പിന്നാലെ അയക്കുകയാണ്. എന്നാൽ ദൈവം ചെങ്കടൽ രണ്ടായി പിളർന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് മുഴുവനും പാതയൊരുക്കുന്നു. അവരെ നശിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന ആ സൈന്യത്തെ മുഴുവനും വെള്ളത്തിൽ മുക്കിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മരുഭൂമിയിലുള്ള യാത്രയിൽ മുഴുവനും അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ദൈവം അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞടിക്കുമ്പോഴും അവയിലൊന്നും നിരാശരാകാതെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവിക പദ്ധതിക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം നമ്മളോട് പറയുക, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവഹിതം തിരിച്ചറിയുവാനും ആ ദൈവഹിതത്തിനനുസരിച്ച്, ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്മയുടേതായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഫുട് പ്രിൻറ്റിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കഥ എങ്ങനെയാണ്? ഒരിക്കൽ ഒരു മനുഷ്യൻ കടൽ തീരത്തുകൂടെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ആനന്ദഭരിതമായിട്ടുള്ള, ഏറ്റവും ആഹ്ലാദഭരിതമായിട്ടുള്ള ആ നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ 2 കാൽപാദങ്ങൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുഃഖത്തിൻ്റേതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തോടു കൂടെ ആ കാൽപാദങ്ങൾ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മേഖലകളിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ ഞാൻ നിന്നോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു, നിന്നോട് കൂടെ നടക്കുകയായിരുന്നു. എന്നാൽ നിൻ്റെ ദുഃഖത്തിൻ്റേതായിട്ടുള്ള, സങ്കടങ്ങളുടേതായിട്ടുള്ള, ക്ലേശങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ നിന്നെ ഞാൻ യഥാർത്ഥത്തിൽ തോളിൽ വഹിക്കുകയായിരുന്നു എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.